യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഇത് യോഹന്നാൻ പറഞ്ഞതാണ്. എന്നാ സംഭവിച്ചാലും അതെല്ലാം എൻ്റെ കർത്താവിനെ കൂടാതെ ഒന്നും സംഭവിച്ച. പത്മോസ് ദ്വീപിൽ കിടന്ന് എഴുതിയ സുവിശേഷമാണെന്ന് ഓർക്കണം. അതായത് കാലേ ചങ്ങലയിട്ട് പട്ടിണി കിടന്ന കാലത്ത് എഴുതിയ സുവിശേഷം തുടങ്ങണത് എങ്ങനെയാണ് തുടങ്ങണത്? എൻ്റെ മക്കൾ ഓർക്കണം. അതായത് ആ സുവിശേഷം തുടങ്ങണ വാക്ക് എങ്ങനെയാണ്? അങ്ങയുടെ കാലേ ചങ്ങല കിടക്കുന്നതുകൊണ്ട് പത്മോസ് ദ്വീപിൽ അദ്ദേഹം തടങ്കലിൽ കിടക്കുകയാണ്. അപ്പോഴും അപ്പോസ്തലൻ പറയും, തടങ്കലായാലും സ്വന്തം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാലും സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ്. അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാ ഒരു വർത്തമാനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും എന്ത് പ്രതികൂലമായ സംഭവങ്ങൾ നടന്നാലും കർത്താവേ ആദ്യം നിന്നെ ഓർക്കാൻ, എന്നെ ഓർക്കുന്നതിന് പകരം എന്റെ അവസ്ഥ അറിയുന്നതിന് പകരം നിന്നെ ഓർക്കുവാൻ എന്നെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്താണ്? ഒരു സംഭവം, ഒരു ഈവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അവിശ്വാസി ആ ഈവൻ്റും താനുമായിട്ടാണ് റെഫർ ചെയ്യുന്നത്. എനിക്കെന്താ അങ്ങനെ സംഭവിച്ചത്? പക്ഷേ വിശ്വാസി എന്ത് ചെയ്യും? അത് ഈശോയുമായിട്ട് റെഫർ ചെയ്യും. Whether you are faithful or not, എങ്ങനെ മനസ്സിലാകും നമുക്ക്? നീ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണെന്ന് എങ്ങനെ മനസ്സിലാകും? നിനക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ ഫസ്റ്റ് ആൻഡ് പ്രൈമറി റെഫറൻസ് അത് നീയാണോ അത് ഈശോയാണോ? എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് തോറ്റുപോയി? എനിക്ക് എന്തുകൊണ്ട് അപകടം ഉണ്ടായി? What happened to me? No, what happened to Jesus? In the reference കർത്താവിനെ അതാ പൗലോസ് അപ്പോസ്തലനെ കണ്ടില്ലേ? അതും ഇതുപോലെ വിലങ്ങി വെച്ച ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യെ വിലങ്ങ് കിടക്കുന്നുണ്ട്, ജയിലിൽ വെച്ച് എഴുതുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് വലിയ നാട്ടുഭാഷ പറഞ്ഞ വലിയ പോക്കണം കേടായി പോയി. കാര്യം പത്തോറിയത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട്. പത്തോറിയം അറിയാമല്ലോ, ഡെക്കാപോലിസിലാണത്. ശരിക്കും സിറ്റി സ്റ്റേറ്റിലാണ് പത്തോറിയം നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഈ പൗലോസ് വളരെ അറിയാവുന്ന ഈ VIPസിനെയൊക്കെ അറിയാവുന്ന ആളാണ്. പൗലോസ് എന്ന് പറയുന്ന ആളെ VIPസിനൊക്കെ അറിയാം. പത്തോറിയത്തിലുള്ള എല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെയുള്ള വലിയ ഗവൺമെൻറ് തന്ത്രപ്രധാനമായിട്ടുള്ള സർക്കാർ പ്രതിനിധികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്ന പറയണത്. അപ്പം അതിൻ്റെ അകത്തൊരു ചെറിയ ചമ്മലുണ്ട്. പക്ഷേ ഈ ചമ്മൽ ഇപ്പം നമുക്കൊരു അബദ്ധം വരുമ്പോൾ അവരറിഞ്ഞോ ഇവരറിഞ്ഞോ എന്നാണ് ഞാൻ തോറ്റുപോയ കാര്യം. എന്താ അവരറിഞ്ഞോ ഇവരറിഞ്ഞോ അവരെന്നാ പറഞ്ഞു ഇവരെന്നാ പറഞ്ഞു എന്നാണ്.
എന്താ നമുക്ക് മുകളിലുള്ള ആൾക്കാർ നമ്മുടെ ഉള്ളിലെയും നമ്മളെക്കുറിച്ച് നല്ല പേരുള്ളവരെ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ, നമ്മളെക്കുറിച്ച് നല്ല പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ, നമ്മളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്നവർ, ഇസ് ഇറ്റ് നോട്ട് ടു ദം എന്നാണ് ചോദിക്കണത്. അതാണ് പത്തോറിയത്തിൽ 1:14, ഫിലിപ്പിയർ 1:14. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1:13, ഫിലിപ്പിയർ 1:13. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ആരറിഞ്ഞാലും പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്നാണ് അവരറിഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. എന്ത് രസമായി അപ്പോസ്തലന്മാരുടെയൊക്കെ മനസ്സ് വായിക്കാൻ. അതായത് അവരറിഞ്ഞിട്ടുണ്ട് എല്ലാവരും, ഞാൻ വലിയ കേമനാണ്, പുള്ളിയാണെന്നൊക്കെ അവരറിയാവുന്ന, ഇപ്പോൾ അറിയണം അവനെ ജയിലിൽ അടച്ചിട്ടുണ്ടെന്ന് അവരറിഞ്ഞു. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം. എന്താണ്? അവന് ജയിലിൽ അടച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന്. ആൻഡ് അപ്പോസ്റ്റൽ ഈസ് പ്രൗഡ് ഓഫ് ദാറ്റ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും, എൻ്റെ രോഗമായിക്കൊള്ളട്ടെ, എൻ്റെ പീഡയായിക്കൊള്ളട്ടെ, കർത്താവേ, ഞാനത് നിന്റെ നാമത്തിലാണ് എടുക്കുന്നതെന്ന് ലോകം അറിയുമ്പോഴേ എനിക്ക് അഭിമാനിക്കാൻ കർത്താവേ നീ എന്നിലെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പ്രഥമമായിട്ട് ഓർക്കുക, നമ്മുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടിയാണ്. അതായത് എന്തെങ്കിലും നമ്മൾക്ക് നടക്കുന്ന ഒരു മാനഹാനി വരുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ക്ഷീണം വരുന്ന, രോഗം വരുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ നഷ്ടം വരുന്ന സാഹചര്യങ്ങളോ, ഈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ്. ഇപ്പം പാമ്പ് കടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് എയ്ഡ് ചെയ്യണത്? നമ്മുടെ ഹൃദയത്തിനും കടിച്ച സ്ഥലത്തിനും ഇടയ്ക്ക് വെച്ച് നമുക്ക് കെട്ടിക്കളയും. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കാര്യത്തിനും. ഇപ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യണത്? തീ പിടിച്ചു കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് നമ്മൾ ഉരുളും, അല്ലേ? അല്ല, നമ്മൾ വെള്ളം ഉടനെ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ശക്തമായി ഒഴിച്ച് അതിൻ്റെ ബോയിലിങ് കുറച്ച് കുറക്കും. അതാണ് ഫസ്റ്റ് എയ്ഡ്. ഇങ്ങനെ എല്ലാത്തിനും ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? അത് ക്രിസ്തുവിൻ്റെ പേരിലാക്കി കളയണം. അതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ്. അതായത് ക്രിസ്തു, കർത്താവ്, ഞാൻ ഈ അനുഭവിക്കണത് നിന്റെ നാമത്തിൽ കാഴ്ചവെക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ജീവിതത്തിലെ എന്നെ ഈടറ് സംഭവിച്ചാലും ഉടനെ നിന്റെ നാമത്തിലെ കാഴ്ചവെച്ച് കർത്താവേ നിന്നെ സ്തുതിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. എൻ്റെ പേര് അഷ്ന ബാബു. ഞാൻ ചേന്നവേലി ഇടവാംഗമാണ്. ഞാൻ UK-യിൽ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ടാണ് UK-യിൽ നിന്ന് വന്നത്. ഇന്നലെയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ UK-യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ആദ്യം അമ്മയെ കണ്ടിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന്. ഇന്നലെയാണ് ഞാൻ വന്നത്.
മക്കളൊക്കെ ടയേർഡായതുകൊണ്ട് ഇന്നലെ ഞാൻ വന്നു, മാതാവിനെ കണ്ടു. രാവിലെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് 17 ഇയേഴ്സായിട്ട് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തുമ്മലും ജലദോഷമായിരിക്കും. നിയർലി ഒരു 50 to 100 തുമ്മൽ ഞാൻ തുമ്മാറുണ്ട്. വൈകുന്നേരവും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പം എൻ്റെ ഇസ്നോഫിൽസ് കൗണ്ട് നിയർലി 200-ലുള്ളത് അത് 2000 എബവ് ആയിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. 2 ഇയേഴ്സായിട്ട് ഞാൻ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഡോക്ടർ ഞാൻ UK പോകുന്ന സമയപ്പോൾ എന്നോട് പറഞ്ഞു 1 ഇയറിലേക്കുള്ള മെഡിസിൻ വാങ്ങിക്കുക, പുതിയ ക്ലൈമറ്റിൽ ചെല്ലുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 ഇയറിലേക്കുള്ള ടാബ്ലറ്റ്സൊക്കെ വാങ്ങിച്ചു. പക്ഷേ 2023 ഫെബ്രുവരി 14-നാണ് ഞാൻ പോയത്. ഫെബ്രുവരി 4-ാം തീയതി വന്നിട്ട് അച്ഛനെ കണ്ട ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോയത്. അച്ഛനെ കണ്ട ബ്ലെസ്സിങ് വാങ്ങിച്ച ദിവസം ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. 1 ഇയറിലുള്ള മെഡിസിൻ ഞാൻ ഫുൾ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു മെഡിസിനും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ നിമിഷം വരെ എനിക്കൊരു അലർജിയും ഉണ്ടായിട്ടില്ല. ഞാനൊരു മെഡിസിനും എടുക്കുന്നില്ല. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, UK ഞാൻ ചെന്ന് കഴിയുമ്പം നമുക്ക് UK-ലുള്ളവർക്കറിയാം അക്കോമഡേഷൻ ഭയങ്കര ടൈറ്റാണ്. അതും വിൻ്റർ സമയത്തൊന്നും അവരാരും വീട് മാറത്തില്ല. അപ്പം എൻ്റെ സെപ്റ്റംബർ സമയമായപ്പം ഭയങ്കര വിൻ്ററായി തുടങ്ങുന്നതാണ്. എൻ്റെ ടെനൻസി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുതിയൊരു വീട് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പം 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഫാസ്റ്റിങ് ചെയ്ത് പ്രാർത്ഥിക്കാം. 8-ാം തീയതി ആകുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം എന്നാണ് പറഞ്ഞത്. 7-ാം തീയതി വരെ ഞാൻ ജപമാല ഭയങ്കരമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ജപമാല എൻ്റെ ഒരു പാഷനാണ്. ഞാനപ്പം മാതാവിനോട് എന്നും വീടിന് ചുറ്റും മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ 8-ാം തീയതി 4 മണിയായപ്പോഴും എനിക്കൊരു തീരുമാനങ്ങളും അറിഞ്ഞില്ല. എൻ്റെ ഒരു പഴയ ഒരു ഏജൻസി 8-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തു. അതും അവരുടെ വർക്കിംഗ് ടൈം 5 o'clock വരെയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോൺടാക്ട്സ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഒരു 1200 pounds എന്ന് പറഞ്ഞ 2 bedroom വീട് ശരിയായെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് ചോദിച്ചതും 1200 കാരണം അതിന് മുന്നേ ഉള്ള ഞാൻ താമസിച്ച വീടൊക്കെ 1300 എല്ലാം കോസ്റ്റ്ലി വീടുകളായിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് വീടുകൾക്ക്. ഞാൻ എത്ര ചോദിച്ചോ ആ റേറ്റിന് തന്നെ 1200 pound എനിക്ക് മാതാവ് വീട് തന്നു. ഞാൻ അതിന് മുന്നേ താമസിച്ചിരുന്ന വീട് പള്ളിയുടെ അടുത്തൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്കെന്നും പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടേ ആക്കാൻ ഉള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ പലർക്ക് ഡ്യൂട്ടിയുടെ സമയം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം വെച്ചതിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം പള്ളിയുടെ അടുത്തായിട്ടൊരു വീടായിരിക്കണം എന്നായിരുന്നു. ഈ വീട് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. പിന്നെ 3-ാമത്തെ സാക്ഷ്യം, ഇത് ഇളയ മോനാണ്. ഇവൻ്റെ പേര് ഇഹാൻ എന്നാണ്. ഇവൻ ജനിച്ചു കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവൻ ഭയങ്കര സ്റ്റാമറിങ് ഉണ്ടായിരുന്നു, സ്ലട്ടർ സ്പീച്ച് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ വരില്ല, ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പം ഞാനൊരു പ്രൊഫഷണൽ നേഴ്സാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ പറയും, നിനക്ക് കുട്ടീനെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചുകൂടെ, നീ എന്താ കാണിക്കാതിരിക്കുന്നത്, നിനക്ക് അറിയാമല്ലോ ഇതൊന്ന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന്. പക്ഷേ ഞാൻ വിശ്വസിച്ചിരുന്നു മാതാവിനെ മാറ്റി തരുമെന്ന്. എന്നും ഇവൻ്റെ നാക്കിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കും. അവൻ തേൻ കുടിക്കാൻ കൊടുക്കുമായിരുന്നു. തേൻ അവന് കഴിക്കും. ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് ചോദിക്കും തേൻ കിട്ടിയില്ലല്ലോ എന്ന്. ഞാൻ UK പോയ സമയത്താണല്ലോ എൻ്റെ ഹസ്ബൻഡും വീട്ടിലുള്ളവരൊക്കെ തൈലം തേച്ച് നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കും. മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നത്, മാതാവ് 5 വയസ്സാകുമ്പോൾ ഇവൻ കംപ്ലീറ്റ്ലി നന്നായി സംസാരിക്കണം എന്നാണ്. 4 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 5 വയസ്സിൻ്റെ ബർത്ത്ഡേ ലാസ്റ്റ് December 5th അതിന് മുന്നേ തന്നെ അവൻ ഓക്കെയായി സംസാരിക്കും. ഇപ്പോൾ അവൻ ഫ്ലുവൻ്റ്ലി ആയിട്ട് ഇംഗ്ലീഷും മലയാളവും എല്ലാം നമ്മളെക്കാൾ നല്ല മലയാള വേർഡ്സുകളിൽ അവൻ സംസാരിക്കും. ഇപ്പം അങ്ങനെ നന്നായി സംസാരിക്കുന്നുണ്ട്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ 4-ാമത്തെ എൻ്റെ സാക്ഷ്യം, ഇപ്പോൾ പീഡിയാട്രിക് ഓസ്കി ട്രെയിനറാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എൻ്റെ എക്സ്ട്രാ അവേഴ്സ് ടൈമിൽ, ഫ്രീ ടൈമിൽ ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നത്. എനിക്ക് അവിടെ പോയിട്ട് പീഡിയാട്രിക് ഓസ്കി പഠിക്കാനായിട്ട് UK ഒത്തിരി ഓസ്കി, അഡൽട്ടും മെൻ്റൽ ഹെൽത്ത് ഓസ്കിയൊക്കെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ പീഡിയാട്രിക് ഓസ്കി ആരും ചെയ്യുന്നില്ലായിരുന്നു. അത് അവിടുത്തെ മെഡിക്കൽ ഫീൽഡായ NHS പോലും അവർ കൊടുക്കുന്നത് പീഡിയാട്രിക് അല്ല, അഡൽട്ടായിരുന്നു. പക്ഷേ എനിക്ക് പീഡിയാട്രിക് ഓസ്കി ചെയ്യണമെന്ന് ഭയങ്കര, അത് ചെയ്യാണ്ട് രജിസ്ട്രേഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിയോനേറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെന്നാണ്. അപ്പം ഞാൻ ഒരുപാട് ഏജൻസിയെ കോൺടാക്ട് ചെയ്തു, മോർ ദാൻ 10-15 ഏജൻസീനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരാരും പീഡിയാട്രിക് ചെയ്യുന്നില്ല. അവസാനം ഒരു ഏജൻസി ഞാൻ കോൺടാക്ട് ചെയ്ത ഒരു ഏജൻസി തന്നെ അവർ പറയുന്ന റിസ്ക് ആണ്, അതെടുക്കാൻ പാടാണ്, കുട്ടികൾ നമുക്ക് മെറ്റീരിയൽസ് ഇല്ല, പിള്ളേർ പാസ്സാവും 100% പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നെ ഒരു ഏജൻസി ഒരു 2 വീക്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അവരെന്നോട് പറഞ്ഞത് റിസ്ക് എടുക്കാൻ തയ്യാറാണോ, ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കും ഉറപ്പില്ല ഞാൻ 100% പാസ്സാവുമെന്ന്. പീഡിയാട്രിക് ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സാമിന് തന്നെ നിയർലി 85,000 റുപ്പീസാണ് ഒരു എക്സാമിന്. അപ്പം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആൻഡ് ഓഫ് പോലെ കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ആർക്കും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഓക്കെ പറഞ്ഞാലേ എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ, ഞാൻ എങ്ങനെ എക്സാം എഴുതി പാസ്സാവുമെന്ന്. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം മാതാവിനോട് ഓക്കെയാണ് പറഞ്ഞത്. ഞാനങ്ങനെ പ്രൊസീഡ് ചെയ്തു. അവസാനം മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര പാടായി. ഞങ്ങൾ NHSൻ്റെ സൈറ്റിൽ കയറി ചുമ്മാ ഓൺലൈനൊക്കെ ആയിട്ട് എടുത്തു. പക്ഷേ നമ്മൾ പഠിക്കുന്ന പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്നും നമുക്കറിയില്ല. ഫ്രണ്ടിലോട്ട് എങ്ങനെ ചെയ്യും, ഇപ്പം ഞാനൊരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അവിടുത്തെ പ്രൊസീജിയർ പേഷ്യൻ്റ് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ അതെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് ഓരോ രീതിയിലുള്ള പ്രൊസീജിയറുണ്ട്. പക്ഷേ ജസ്റ്റ് പഠിച്ചു, എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്ന്. പക്ഷേ എക്സാം ഡേറ്റായി. മഴവിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാണെങ്കിലും മഴവിൽ എപ്പോഴും ഉണ്ടാവും. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസം തരാറുണ്ടായിരുന്നു. എക്സാമിൻ്റെ തലേദിവസവും മഴവിലുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ എക്സാം പാസ്സാവുമെന്ന്. നെക്സ്റ്റ് ഡേ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ പാസ്സാവും, കാരണം മഴവിൽ ഞാൻ കണ്ടായിരുന്നു ഇത്. നെക്സ്റ്റ് ഡേ എക്സാം കഴിഞ്ഞ് മഴവിൽ കണ്ടു. അതെന്ന് പറഞ്ഞാൽ മഴയില്ല, പക്ഷേ എങ്ങനെ മഴവിൽ വരുന്നു എന്നറിയത്തില്ല. മഴയില്ലാത്തൊരു മഴവില്ലാണ് കാണുന്നത്. അത് ഭയങ്കര ഒരു കോരിത്തരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ പാസ്സായപ്പോൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോയെ ഞാൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പം എനിക്ക് കിട്ടിയ വചനം വിജയം നൽകുന്നത് കർത്താവാണെന്നാണ്. അപ്പോഴെനിക്ക് ഉറപ്പായിട്ടും ഞാൻ പാസ്സാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഞാൻ എടുത്ത എഫേർട്ട്, ഞാൻ പഠിക്കാൻ എടുത്ത എഫേർട്ടല്ല, പ്രാർത്ഥിക്കാനാണ് ഞാൻ എഫേർട്ട് എടുത്തത്. ആ നോളജ് ആർക്കെങ്കിലും കൊടുക്കണം എന്നായിരുന്നു. ഞാനിന്ന് എക്സാം പാസ്സായി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ എക്സ്ട്രാ ടൈം മുഴുവൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പീഡിയാട്രിക് ഹോസ്പിറ്റൽ എടുക്കുവാണ്. എനിക്കിപ്പം തന്നെ എൻ്റെ എക്സാം എഴുതിയ 2-3 കുട്ടികളുണ്ട്, അവരെല്ലാം പാസ്സായി. അങ്ങനെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നതും ഞാൻ വളരെ സന്തോഷകരമായി ഈശോയെ തന്ന അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ UK വന്നിട്ട് 2.5 വർഷമായി. അപ്പം ഞങ്ങൾ 4 പേരുണ്ട് ഫാമിലി, ഞാൻ ഹസ്ബൻഡ് 2 കുട്ടികൾ, പിന്നെ എൻ്റെ സിസ്റ്റർ ബ്രദറും കൂടി എൻ്റെ കൂടെ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 6 പേരും കൂടി നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. എത്രയൊക്കെ നോക്കിയിട്ടും ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ, അതായത് അവിടെ വെക്കേഷൻ ടൈമാണ്, ഇപ്പം ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം എത്ര റേറ്റാണ്. ഒരു 6 lakhs തൊട്ട് അങ്ങോട്ടേ ടിക്കറ്റ് ഉള്ളൂ. ഏറ്റവും ഫെയർ കുറഞ്ഞ് കിട്ടുന്ന എയർ ഇന്ത്യക്കാണ്, അതുപോലും 6 lakhs above, 6 to 9 lakhs ആണ് നമ്മുടെ ടിക്കറ്റ് കാണിച്ചത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 6 lakhs ടിക്കറ്റൊക്കെ കൊടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചാൽ, മാതാവ് 3200 പൗണ്ട്, എന്ന് വെച്ചാൽ 3,20,000 രൂപ, ആ റേറ്റിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെന്ന്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കും, എത്ര മണ്ടത്തരം ഞാൻ കാണിക്കുന്നത്, 3,20,000 അതും ഈ സീസൺ ടൈമിൽ ടിക്കറ്റ് കിട്ടാനോ. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് തരുമെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ UK നിന്ന് ആദ്യം വന്ന് മാതാവിനെ കാണാനേ വരത്തുള്ളൂ. പക്ഷെ മാതാവ് ഞാൻ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് തരണം എന്ന്. 3,20,000 ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പം അതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ടിക്കറ്റ് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ 6 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ടിക്കറ്റ് നോക്കാൻ ജസ്റ്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു, സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി മാതാവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് എത്രയോ ചോദിച്ചത്, 3,20,000 രൂപയിൽ 20,002 രൂപയ്ക്ക്. ആ ചോദിച്ചിൽ നിന്ന് 2 രൂപയാണ് മാതാവ് കൂടുതലെടുത്തത്. അത്രയും റേറ്റിന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടി.
അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ മാതാവിനെ വന്ന് കണ്ടു. ഇന്നലെ വന്ന് കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നത് മാതാവും ഈശോയും ഒരിക്കലും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇടവരുത്തരുതേ, വേറെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്നാണ് ഞാൻ പറയാറ്. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ജപമാല ഞാൻ പറഞ്ഞില്ലേ, ജപമാല എപ്പോഴും ചൊല്ലും ഞാൻ. എനിക്ക് ജപമാല ഒരു പാഷനാണ്. കാരണം എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ ജപമാലയ്ക്ക് വേണ്ടിയാണ്. എനിക്ക് 24 hours തികയാറില്ല ജപമാല ചൊല്ലാനായിട്ട്. ഇത്രയാണ് എൻ്റെ കാര്യത്തിൽ നടന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, എനിക്ക് പത്രം കൊടുക്കാൻ നാട്ടിലല്ലാത്തതുകൊണ്ട് പറ്റാറില്ല. നാട്ടിൽ വരുമ്പോഴൊക്കെ പത്രം കൊടുക്കാൻ പോകാറുണ്ട്. പിന്നെ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യും. എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ UK ചാരിറ്റി ട്രസ്റ്റുമായിട്ട്, അതായത് ഹാർട്ട് ആൻഡ് ക്യാൻസർ പേഷ്യൻസിന് ഞാൻ ചാരിറ്റി ട്രസ്റ്റിൽ പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ട്രെയിനിങ് ഞാൻ കൊടുക്കാറുണ്ട്. ആത്മീയമായി ഞാൻ ഒത്തിരി വളർന്നു. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു. മാതാവ് ഇപ്പം അനുഗ്രഹിച്ച് പള്ളിയുടെ അടുത്ത് വന്നേക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോവും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. മലയാളത്തിൽ കുമ്പസാരിക്കാൻ ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇംഗ്ലീഷിൽ കുമ്പസാരിക്കണമായിരുന്നു. എനിക്കറിയില്ല ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കുമ്പസാരിക്കുക എന്ന്. അത് അവർക്ക് മനസ്സിലാകുമെന്നറിയില്ല. കാരണം പോളിഷ് പ്രീസ്റ്റൊക്കെയാണ്. നമ്മുടെ ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി അവർക്ക് മനസ്സിലാവാറില്ല. പക്ഷേ മാതാവിനെ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചു. ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് കുമ്പസാരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കും. പറ്റാവുന്ന ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ബൈബിൾ വായന എൻ്റെ ഡ്യൂട്ടിയിലൊക്കെ, എനിക്ക് പണ്ടൊക്കെ ഡ്യൂട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊന്നും നോക്കാൻ സമയമില്ല. ഫുൾ ടൈം ബൈബിളാണ്. ബൈബിള് വായിക്കുക എന്നുള്ളതാണ് ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. കാരണം ഡ്യൂട്ടി അവേഴ്സിൽ എക്സ്ട്രാ അവേഴ്സ് കിട്ടുമ്പം ബ്രേക്ക് ടൈമിനൊക്കെ ബൈബിൾ വായിക്കുന്നു. ഒത്തിരി 10 മിനിറ്റോ അരമണിക്കൂറൊന്നും അല്ല, ഒരു ദിവസത്തിൽ എത്രയോ സമയം കിട്ടും, അത്രയും സമയമൊക്കെ ബൈബിൾ വായിക്കുന്നു. സോ എല്ലാവരും മാതാവിനോട് എന്ത് പറഞ്ഞാൽ മതി. കൃപാസനം എന്ന് പറഞ്ഞാൽ നാട്ടിലെ സ്വർഗമാണ്. നമ്മുടെ എർത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും മാതാവ് അനുഗ്രഹിക്കും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. താങ്ക് യു. Praise to Mother Mary, praise to Lord Jesus. I'm Ansi from Kanyakumari, Tamil Nadu. I was working as a nurse in Singapore. So I got a job opportunity in Singapore in 2023. At first I thought I can bring my family. Then later only I came to know the dependent visa, everything got cancelled. So I cannot bring my family with them. So I took OET on January 2024. So by God's grace, I passed the OET. Then I was trying to apply for the job. It took long time for the registration, nearly 8 to 10 months it was taken. So on November 3rd, through my brother, I got an employer. I was trying for a job in Australia. So through my brother, I got an employer. So I attended interview also. In that interview, they said I was selected. But what happened, they said they are keeping in hold because they are not offering sponsorship for international candidates. So I was very sad. This was happening on November 1st. So November 3rd, it was one Sunday. I was very sad. I don't know, I miss my son. My son was born after 6 years of my marriage. So I really felt very sad. Why I came to Singapore, why after passing my OET also, I'm not having any job opportunity. I really felt sad. So on November 3rd, by scrolling the Instagram reels, I saw a boy holding a visa. He's showing this Mother Mary statue and telling, I got my visa through the grace of this Mother Mary. Then I saw it's like a silver color Mother Mary. I saw the picture of Lourdes Mary, Mother of Perpetual Help. Then this Mother Mary looked different for me. So I searched. Then only I came to know about the Kripasanam Mother Mary. Thanks to the Kripasanam Mother Mary for placing me in this holy place and to tell the testimony.
So on the November 3rd itself, I Googled, then I took the covenant on November 3rd itself, online covenant, because I was in Singapore. I didn't know that much. The next day, I took that covenant wrongly. Instead of 7 times Hail Mary and Our Father, I just took only one time. So I restarted my covenant on November 4th. Then the it was on November 6th. Then on November 5th, I received a mail from the employer who put my application on hold, stating that my application was successful and they are offering me the job opportunity to Australia. So this was happened the 3rd day of my online covenant. Thanks to the Lord of Mother Mary. Then I applied for the visa. After collecting the documents, I applied visa on January 4th. Then the same day only. So that time I was not much reading Bible. I was reading, but 50% I changed myself. I'll be going to church. I'll be attending the adoration weekly. 50% my character was changing. I am not a follower of Mother Mary. I was just following Jesus only. Then after taking the online covenant only, by seeing the numerous testimonies, I was impressed Mother Mary. Then I become a follower of Mother Mary. Then by seeing Father Joseph's Tuesday retreat message, then daily the 5:30 a.m. the daily bread message, it gave me a lot of changes. After applying my visa application, I done my medical. And when my medical got issues, I was tested positive for TB, and also my X-ray got issues. So if like that means my medical will get failed. Then I saw so many testimonies, people holding the Kashurubam and the newsletter of Kribasanam. I couldn't able to get these things because I was in Singapore. I tried to get, but I got scammed. Some people cheated me, so I didn't believe in that also. So on January 11th, I will go to a church in Singapore. It's called Mother of Perpetual Mary. I was very sad. I was rushing to the church inside because it was getting quite late for the adoration. Then I saw a lady coming behind me. She was talking to me. She is a permanent resident in Singapore. She came to Kribasanam and she was holding the newsletter, salt and the Kashurubam and the sand from Kribasanam. She was stopping me and she is giving to me. I was wondered. I was craving for this, but my Mother Mary gave to me this. Then that day itself, I feel my medical will be get clear. So the next week, the following week, I did the medical. I did re-medical. So with the Kashurubam, and I took the salt, the miraculous salt from Kribasanam, and the sand also I took. Then the next day I got the result. My X-ray was clear. Glory to Mother Mary. Thanks a lot. Then the same week only, my husband's police clearance certificate also got issues due to fake illegal matters. So this one also I really felt very sad. Then that week only I saw Father Joseph's message in the Daily Bread that during the Israel period, Moses was guiding the people to Canaan. Some people went there, they came back. Only one person like Caleb who went there, he said the place is really very good. So Father Joseph was preaching the message on the Daily Bread on that day. I feel like this message is for me. So I prayed my husband's police clearance definitely will get cleared. So the same week only, my husband's police clearance also cleared, and I issued and I applied for the visa.
Then on March 19th, my visa for the registered job in Australia was granted by the miraculous grace of the Mother Mary and Lord Jesus. Thanks to Mother Mary and thanks to Lord Jesus. So this covenant made a lot of changes to me personally and spiritually also. I won't go to the church weekly, but after taking the online covenant, I was going to church every week. I was attending the covenant frequently. Every week I attend adoration in Singapore weekly, and even after coming to India also, I was attending. Whenever I feel stressed, Father Joseph's message, especially in the daily bread and the Tuesday retreat, it gives a relieving thing to me. Recently, I saw a testimony of Mr. Jason, who was told by Father Joseph in the Tuesday's retreat. So there they said, your your job will be granted. You will be successful in an interview. And during the retreat prayer, Father Joseph prayed for the visa. So I just placed my visa application in this, and I prayed. The next day itself, my visa got granted. Then whenever I feel depressed, everything, by seeing the messages and by seeing the various testimonies, my issues, everything will get resolved. Then by gracious things I do, I will give weekly, I will donate food for the old age home. I haven't went there, I donate to them. Then by seeing the people in the streets, I will donate food to them daily or weekly. These are the things I am able to do, and I got of blessings from Mother Mary. Thanks to Mother Mary. Then today, by seeing my miraculous testing and testimonies and miraculous spiritual changes in my life, I took the direct covenant here today.